ജനിച്ചത്. ഇനിഗോ ലോപ്പസ് ഡി ലയോള എന്നായിരുന്നു മാതാപിതാക്കന്മാർ അവന് നൽകിയ പേര്. സമ്പന്നതയുടെ നടുവിൽ വളർന്നതിനാൽ ഇഗ്നേഷ്യസിന്റെ ആദ്യകാല ജീവിതം അത്ര നല്ലതൊന്നുമായിരുന്നില്ല. പേരും പ്രശസ്തിയും നേടുന്നതിനു വേണ്ടി അവൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ ചേർന്നു. തുടർന്ന് പല യുദ്ധങ്ങളും വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഒരിക്കൽ ഫ്രഞ്ച് സൈന്യമായുള്ള യുദ്ധത്തിൽ വെടിയേറ്റ് ഇഗ്നേഷ്യസിന് വലിയ പരിക്ക് പറ്റി. മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. എന്നാൽ ആ രാത്രി അത്ഭുതകരമായി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇഗ്നേഷ്യസിന്റെ വലതുകാലിലെ പരിക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതിനാൽ ജീവിതാവസാനം വരെ ഒരു മുഴുവനെ പോലെയാണ് ഇഗ്നേഷ്യസ് നടന്നിരുന്നത്. ഈ ദിവസങ്ങളിൽ അവന് വായിക്കാൻ ലഭിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെയും വിശുദ്ധരെയും ജീവചരിത്രത്തെ പറ്റിയുള്ള പുസ്തകങ്ങളായിരുന്നു. ഇതവനെ വല്ലാതെ സ്പർശിച്ചു. അവൻ ചിന്തിച്ചു, ഇവർക്കെല്ലാം പുണ്യവാനും പുണ്യവതിയുമാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? വിശുദ്ധരെ പോലെ ജീവിക്കുവാൻ അവൻ തീരുമാനിച്ചു. അന്ന് രാത്രി ഈശോയും മാതാവ് അവൻ ദർശനം നൽകി. പിറ്റേന്ന് രാവിലെ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ഇഗ്നേഷ്യസ് ഉണർന്നത്. പിന്നീട് തൻ്റെ അടമകളെല്ലാം ഉപേക്ഷിച്ചു. യേശുവിന് വേണ്ടി അപമാനവും ത്യാഗങ്ങളും സഹിക്കുവാൻ ഇഗ്നേഷ്യസ് തീരുമാനിച്ചു. ആത്മീയ അഭ്യാസങ്ങൾ സ്പിരിച്വൽ എക്സസൈസ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം രചിച്ചു. തൻ്റെ ആശയങ്ങളോടൊത്ത് ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരുമൊത്ത് സൊസൈറ്റി ഓഫ് ജീസസ് എന്നൊരു കൂട്ടായ്മ രൂപീകരിച്ചു. തൻ്റെ 65-ാമത്തെ വയസ്സിൽ താൻ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച തൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക് വിസ്തൻ യാത്രയായി. കൂട്ടുകാരെ, മിസ് ഇഗ്നേഷ്യസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആഡംബരത്തെയും സുഖലോലുത്തമയും നമ്മെ എപ്പോഴും കുഴപ്പത്തിൽ ചാടിക്കും. മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത്. പേരിനേക്കാളും പ്രശസ്തിയേക്കാളും അറിവ് നേടുക എന്നതാണ് പ്രധാനം. ഇഗ്നേഷ്യസിനെ പോലെ നമുക്കും ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ഓർമ്മയും വിവേകവും എൻ്റെ കൈവശമുള്ളതെല്ലാം എനിക്കുള്ളതെല്ലാം നീ എനിക്ക് തന്നതാണ്. കർത്താവേ, അതെല്ലാം ഞാൻ നിനക്ക് തിരികെ തരികയാണ്. നിന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുവിൻ. എനിക്ക് നിന്റെ കൃപയും സന്തോഷവും മാത്രം മതി. നന്ദി.